കമല സുരയ്യ, മാധവിക്കുട്ടി എൻ്റെ കഥ എഴുതിയ ശേഷം അവർക്ക് കേരളീയ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന മറ്റൊരു തരത്തിലുള്ള അപമാനമുണ്ട്. ഒരു ഭാഗത്ത് അവർ ആഘോഷിക്കപ്പെടുമ്പോഴും മറുഭാഗത്ത് ഇവർ ഏത് തരം സ്ത്രീ ആയിരുന്നു എന്നെല്ലാം ചോദിക്കുന്ന ഒരു മലയാളി മനസ്സിൻ്റെ ഒരു പിന്നാക്കാവസ്ഥയുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ കമല സുരയ്യ പറയുന്നു, മാധവിക്കുട്ടി പറയുന്നു, ഞാൻ ഈ എഴുതിയതെല്ലാം സാങ്കല്പികമായിരുന്നു, തികഞ്ഞ ഭാവനയായിരുന്നു. മറ്റൊരു അഭിമുഖത്തിൽ അവർ പറഞ്ഞു, എനിക്ക് അന്ന് കുറച്ച് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു, ആ പണം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ എഴുതി. അതായത് വായനക്കാരെ കബളിപ്പിച്ചു എന്നതായിരുന്നു അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം. അങ്ങനെ ഒരു കബളിപ്പിക്കൽ എച്ച്.മുക്കുട്ടിയുടെ എഴുത്തിലുണ്ടോ? ഇത് എൻ്റെ പച്ച ജീവിതമാണ്. ഞാൻ അനുഭവിച്ച വേദനകളുടെ ചിത്രം, ഞാൻ കൊണ്ട അടികളുടെ അറിയിപ്പുകൾ, ഞാൻ ഏറ്റ ചവിട്ടുകളുടെ പടങ്ങൾ, ഞാൻ ഒഴുക്കിയ കണ്ണീരിൻ്റെ കണക്ക്. എൻ്റെ കുഞ്ഞിനെ തേടി ഇന്ത്യയിലെ ഡൽഹിയിലുള്ള തീസസാരി കോടതി മുതൽ എറണാകുളം കുടുംബ കോടതി വരെ നീണ്ട എൻ്റെ നിയമ പോരാട്ടം, അതിനിടയിൽ അധിക്ഷേപിക്കപ്പെട്ട എൻ്റെ വ്യക്തിത്വം, ഞാൻ ആരാണോ ഞാൻ അതല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ജോസഫിൻ്റെ പ്രദർശനപരത എൻ്റെ ജീവിതത്തിനെയും എൻ്റെ അനിയത്തിമാരുടെ ജീവിതത്തിനെയും പോലും ഗുരുതരമായി ബാധിച്ച, ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെ ഇല്ലാതായ ജീവിതത്തിൻ്റെ പച്ച ജീവിതത്തിൻ്റെ എഴുത്താണിത്. ഇത് ഒരിക്കലും ഭാവനയല്ല. ഇതിൽ ഭാവനയുടെയോ ഉപ്പിൻ്റെയോ മുളകിൻ്റെയോ യാതൊരു അംശവുമില്ല. ഇതിൽ ഞാൻ എഴുതുന്നത് മുഴുവനും സത്യമാണ്, വെറും സത്യം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ എഴുത്തിൽ പല ഘട്ടങ്ങളിലായി കടന്നു വരുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഓരോ സന്ദർഭത്തിലും പറയുന്നുണ്ട്, ഞാൻ ജോസഫിൻ്റെ അടുത്ത സുഹൃത്താണ്, നിങ്ങളുടെ സുഹൃത്തല്ല. പക്ഷേ ഒരു സന്ദർഭത്തിൽ എച്ച്.മുക്കുട്ടി യഥാർത്ഥത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളുടെ തീവ്രത മനസ്സിലാക്കുമ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആകെ മാറുന്നു. പിന്നെ താങ്കൾ തന്നെ എഴുതിയതുപോലെ നിങ്ങൾ 3 സഹോദരിമാർക്കും ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പിന്നെ നിൽക്കുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന ജോസഫിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ആളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ എച്ച്.മുക്കുട്ടിക്ക് കഴിഞ്ഞു? ആദ്യമൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്ക് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് ബാലചന്ദ്രൻ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്നെ സാഹിത്യ അക്കാദമിയിൽ വിളിച്ചു വരുത്തിയപ്പം, പ്രത്യേകിച്ച് ആ ഒരു ഒത്തുതീർപ്പ് ധാരണാപത്രം മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയപ്പോൾ ഞാൻ കൃത്യമായിട്ടത് എൻ്റെ കുറിപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പോകാൻ കൂട്ടാക്കിയില്ല. എനിക്ക് ബാലചന്ദ്രനും ജോസഫിൻ്റെ വക്കീലും കൂടിയുള്ള ഒരു സാന്നിധ്യം എനിക്ക് അത്ര ഒരു ആത്മവിശ്വാസപരമായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ പോകാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ബാലചന്ദ്രൻ എൻ്റെ വീട് തേടി വരികയും, ബാലചന്ദ്രൻ മാത്രമല്ല ജോസഫിനെയും കുഞ്ഞിനെയും കൂട്ടി എൻ്റെ വീട് തേടി വരികയും, ഞാൻ ഇത് പ്രശ്നം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയും, ബാലചന്ദ്രനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, എന്നാൽ ജോസഫിന് പരിക്കൊന്നും പറ്റാത്ത രീതിയിൽ, ജോസഫിൻ്റെ മാന്യതയ്ക്കോ ജോസഫിൻ്റെ പ്രദർശനപരതയ്ക്കോ ഒന്നും ഒരു പരിക്കും പറ്റാത്ത രീതിയിൽ ബാലചന്ദ്രൻ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കി. താൽക്കാലികമായിട്ടായാലും ഒരു പരിഹാരം ഉണ്ടാക്കി. ആ പരിഹാരത്തിലെ ഒത്തിരി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ മകൾക്കുള്ള പ്രശ്നങ്ങൾ ഞാൻ ബാലചന്ദ്രനെ അറിയിക്കണം എന്ന് കരുതിയിട്ട് പോലും എനിക്ക് വേണ്ട സമയത്ത് അറിയിക്കാൻ, ഞാൻ പിന്നീട് അറിയിച്ചിട്ടുണ്ട് ബാലചന്ദ്രനെ, പക്ഷേ വേണ്ട സമയത്ത് അറിയിക്കാൻ എനിക്ക് സാധിക്കാതെ പോയത് എനിക്ക് ബാലചന്ദ്രനിൽ പൂർണ്ണമായ വിശ്വാസം ഇല്ലാതിരുന്നത് കൊണ്ടാണ്. ബാലചന്ദ്രൻ ഡൽഹിയിൽ വന്ന് എന്നെ കാണുമായിരുന്നു, മകളെ കാണുമായിരുന്നു, ഞങ്ങളോട് ഒത്തിരി സമയം ചെലവാക്കുമായിരുന്നു. എന്നാൽ പോലും ബാലചന്ദ്രനെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണ്ടി വന്നു. അതിനകം ബാലചന്ദ്രൻ ഒരുപാട് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ബാലചന്ദ്രൻ തന്നെ പല കാര്യങ്ങളും എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പോലും ഞാൻ ഉറപ്പിച്ചു പറയും, ബാലചന്ദ്രൻ എന്നും ജോസഫിൻ്റെ സുഹൃത്താണ്. ബാലചന്ദ്രൻ ഒരിക്കലും എൻ്റെ സുഹൃത്തല്ല. പൂർണ്ണമായിട്ടും ബാലചന്ദ്രന് ഒരിക്കലും എൻ്റെ സുഹൃത്താവാൻ പറ്റില്ല. കാരണം ഒരു പുരുഷനും ഒരു സ്ത്രീയുടെ നല്ല സുഹൃത്താകാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. ഒത്തിരി പുരുഷ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. എൻ്റെ ജീവിതത്തിനെ താങ്ങി നിർത്തിയ ഒത്തിരി പുരുഷ സുഹൃത്തുക്കളുണ്ട്. യാതൊരു തരത്തിലുള്ള ലൈംഗിക സ്പർശവുമില്ലാതെ എന്നോട് കൂടെ
ഒരു 30 വർഷമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒത്തിരി പുരുഷ സുഹൃത്തുക്കളുണ്ട്. ഞാൻ കുറിപ്പുകളിൽ പറഞ്ഞിട്ടുള്ള ജയഗോപാൽ, ദിനേശ്, ദിലീപ്, അനിൽ ജേക്കബ്, അങ്ങനെ ഒത്തിരി പുരുഷ സുഹൃത്തുമാരുണ്ട്. അവരെല്ലാവരും കൂടി താങ്ങി നിർത്തിയതാണ് എൻ്റെ ജീവിതം. അല്ലെങ്കിൽ ഞാൻ എന്നെ തീർന്നു പോയേനെ. എന്നിട്ടും ബാലേന്ദ്രൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഒരു സംശയം ബാക്കി വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാലേന്ദ്രൻ എപ്പോഴും പറയുന്നത് ബാലേന്ദ്രൻ ജോസഫിൻ്റെ സുഹൃത്താണെന്നാണ്. ബാലേന്ദ്രൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ നിൻ്റെ സുഹൃത്താണെന്ന്. ചേട്ടാ എന്ന് വിളിച്ചാൽ പോലും ബാലചന്ദ്രൻ വിളി കേൾക്കും. ചേട്ടാ എന്ന് വിളിച്ചാൽ ബാലേന്ദ്രൻ വിളി കേൾക്കും. ഇല്ലയെന്ന് ഞാൻ പറയില്ല. എപ്പോൾ ഫോൺ ചെയ്താലും ബാലേന്ദ്രൻ എന്നോട് സംസാരിക്കും. പക്ഷേ ജോസഫിനെ നിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജോസഫിൻ്റെ യഥാർത്ഥ മുഖം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ബാലേന്ദ്രൻ ഒരിക്കലും ചെയ്യില്ല. കാരണം ബാലചന്ദ്രൻ എല്ലാവർക്കും അസൂയ ഉളവാക്കുന്ന ഒരു സുഹൃത്താണ്. അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടാൻ എല്ലാവർക്കും കൊതിയാവും. നമ്മളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ, നമ്മളുടെ വേദനകളെ സ്വന്തം വേദനകളായിട്ട് കാണാൻ, നമ്മൾക്ക് വേണ്ടി ലോകത്തിനോട് പടവെട്ടാൻ, അങ്ങനെയൊക്കെ തയ്യാറാവുന്ന ഒരു സുഹൃത്തിനെ താങ്കൾക്കും ആഗ്രഹമുണ്ടാവും അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടാൻ. എനിക്കും ആഗ്രഹമുണ്ട്. എന്നെ മാത്രം ഞാനാണ് സെൻറ്റർ പീസ് എന്നുള്ള രീതിയിൽ, ഞാനാണ് ആ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്നുള്ള രീതിയിൽ ഒരു സുഹൃത്തിനെ കിട്ടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. ബാലേന്ദ്രൻ അങ്ങനെ ഒരു സുഹൃത്താണ്. അത് ജോസഫിൻ്റെ ഭാഗ്യം. എൻ്റെ രക്തവും എൻ്റെ മാംസവും നിങ്ങൾക്കായി എന്ന തലക്കെട്ടിലാണല്ലോ ഈ 100 പോസ്റ്റുകളും വന്നിരിക്കുന്നത്. ഈ തലക്കെട്ടിന് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് കടപ്പാടുണ്ടോ? കാരണം ബാലേന്ദ്രൻ്റെ കവിതയിലെ വരികളാണ് ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണ്, ഇത് എടുത്തുകൊള്ളുക എന്ന വരി. അതിനോട് കടപ്പാടുണ്ടോ? അതിനോടല്ല കടപ്പാട്. ഞാനിതൊരു ബൈബിൾ കടപ്പാടിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു വാചകമാണ്. ബൈബിൾ വായിക്കുക എന്നുള്ളത് എൻ്റെ മതപരമായ താല്പര്യത്തിന്, മതപരമായ എൻ്റെ നിലപാടുകളെ ഞാൻ പ്രദർശിപ്പിക്കേണ്ട എൻ്റെ ഒരു അത്യാവശ്യ കാര്യമായിരുന്നു ഒരു കാലത്ത് ജീവിതത്തിൽ. ബൈബിൾ ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും വായിക്കാറുണ്ട്. ബൈബിൾ മാത്രമല്ല, എല്ലാ മതഗ്രന്ഥങ്ങളും വായിക്കാൻ കുടുംബത്തിന്റെ ഒരു അതെ ആ അടുപ്പം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവരുടെ അടുപ്പം, അവരുടെ റെക്കഗ്നിഷൻ, ജോസഫിൻ്റെ അടുപ്പം, ജോസഫിൻ്റെ റെക്കഗ്നിഷൻ, ഇതെല്ലാം കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ താമസിച്ചിരുന്ന കാലത്ത് എന്നെക്കൊണ്ടാകുന്ന രീതിയിലെല്ലാം ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്. ആ പ്രയത്നമൊക്കെ വെറുതെ പോയി. പക്ഷേ ആ ഒരു പ്രയത്നത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഈ ബൈബിളിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില അവശേഷിപ്പുകളാണ്. അതിൽ നിന്ന് അങ്ങനെ ഒരു വാചകം ഞാൻ എടുക്കുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ സത്യമായിട്ടും എൻ്റെ രക്തവും എൻ്റെ മാംസവുമാണ്. ഈ 100ാം ലക്കം വരുമ്പോഴാണ് പപ്പൻ എന്ന താങ്കൾ അപ്പാടെ തകർന്നു പോയ സമയത്ത് ഒരു കൈത്താങ്ങായി നിന്നിരുന്ന പപ്പൻ എന്ന സുഹൃത്ത് തങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി, അല്ലെങ്കിൽ തങ്ങളുടെ ഭർത്താവായി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചിട്ടുള്ള വിവരണം വരുന്നത് ഈ 100ാമത്തെ പോസ്റ്റിലാണ്. അപ്പോൾ പപ്പൻ എന്ന കഥാപാത്രം താങ്കളുടെ ഭർത്താവായി ജീവിതത്തിൽ വരുന്നതോടുകൂടി സ്വാഭാവികമായും ഈ ജീവിത കഥകളെ പിന്തുടരുന്ന ഏതൊരു വായനക്കാരനും ഒരുപക്ഷെ സംശയിക്കുക, അന്ന് ഈ പറയുന്ന ജോസഫ് പറഞ്ഞത് ശരിയായിക്കൂടെ, കുട്ടിയെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു, അയാൾക്കൊപ്പം ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു, അതിനുവേണ്ടി അല്ലെങ്കിൽ അതിന് ന്യായീകരിക്കപ്പെടാൻ വേണ്ടി നിരത്തുന്ന അസത്യങ്ങളാകാം ഇതെല്ലാം, പൊതുസമൂഹത്തിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടി നിരത്തുന്ന നുണകളാകാം ഇതെല്ലാം എന്ന് വേണമെങ്കിൽ ഒരു ശരാശരി വായനക്കാരന് വേണമെങ്കിൽ സംശയിക്കാം. കാരണം കേരളത്തിൻ്റെ കുടുംബാന്തരീക്ഷവും കേരളത്തിൻ്റെ മനോഗതിയുമൊക്കെ ആ നിലയ്ക്ക് കൂടി ഉള്ളതാണ്. അവരോട് എന്ത് മറുപടി പറയും? ഞാൻ അനുഭവിച്ച ജീവിതത്തിനെ കുറിച്ച് സംശയിക്കുന്ന ആളുകളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവരുടെ സംശയത്തിനെ സാധൂകരിക്കാനോ അവരുടെ സംശയത്തിനെ തള്ളിമാറ്റാനോ ഒന്നും, അല്ലെങ്കിൽ അവരുടെ സംശയം നിവർത്തിച്ചു കൊടുക്കാനോ ഒന്നും ബാധ്യതയുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ യാതൊരു ബാധ്യതയും എനിക്കില്ല. അവർക്ക് എന്നെ സംശയമാണെങ്കിൽ എൻ്റെ വേദനകളിൽ ഒരിക്കലും ലേപനമാവാത്ത ആളുകൾ, എൻ്റെ വേദനകളെ കണ്ണു തുറന്നൊന്ന് കാണാൻ പോലും സാധിക്കാത്ത ആളുകൾ എന്നെ സംശയിക്കുന്നതിൽ എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരു തരത്തിലും ഞാൻ ബോധേഡല്ല. എൻ്റെ അനുഭവങ്ങൾക്ക് സാക്ഷ്യമായിട്ട് തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റൊന്നും എനിക്ക് ഹാജരാക്കാൻ പറ്റില്ല.
എൻ്റെ അനുഭവങ്ങളുടെ തെളിവായിട്ട് എനിക്ക് പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറെയോ മേയറെയോ ഒന്നും കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ല. എൻ്റെ അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ച ജീവിതമാണ്. ആ ജീവിതത്തിന് തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതമാണ് തെളിവ്, വേറെ തെളിവൊന്നുമില്ല. അല്ല, ഈ ഒരു എഴുത്തിന് പ്രേരണയായി നിൽക്കുന്നത് ഒരു പക്ഷേ ജോസഫിനോടുള്ള പ്രതികാര ബുദ്ധിയാണ് എന്ന് വേണമെങ്കിൽ കരുതിക്കൂടെ? ജോസഫിനോട് എന്ത് പ്രതികാരം? ജോസഫിനോട് എനിക്ക് യാതൊരു പ്രതികാരവുമില്ല. പ്രതികാരമായിട്ട് പോലും മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരാളാണ് ജോസഫ്. ഒരാളോട് പ്രതികാരം തോന്നണമെങ്കിൽ അയാളെ മനസ്സിൽ കൊണ്ട് നടക്കണം. അങ്ങനെ പോലും തോന്നാത്ത ഒരാളാണ് ജോസഫ്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ജോസഫിന് ഈ എഴുത്തുകളെല്ലാം പുറത്തു വന്നാൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ സൽകീർത്തിയോ അതല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിച്ഛായയോ ഒക്കെ കോട്ടം തട്ടും എന്നൊക്കെയുള്ള ഒരു ആശങ്കയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. പേരുകൾ സ്വയം വെളിപ്പെടുത്താവുന്നതല്ലേ ഉള്ളൂ. പേരുകൾ വെളിപ്പെടുത്താവുന്നതേ ഉള്ളൂ. പേരുകൾ വെളിപ്പെടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പേരുകൾ ഒരിക്കലും വെളിപ്പെടുത്തുകയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. ഞാൻ എഴുതുന്നതിൻ്റെ സൗകര്യത്തിന് ഞാനിപ്പോൾ പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതായത് ഇതിൻ്റെ അവസാനത്തെ കുറിപ്പ് വരുന്നത് വരെ ഈ ഇച്ഛുമുക്കുട്ടിക്ക് എനിക്ക് അവസാനത്തെ കുറിപ്പ് വരുന്നത് വരെ വായനക്കാരെ വേണം എന്നുള്ളത് കൊണ്ടല്ല, എനിക്ക് പറയാനുള്ളത് പറയണം. അതിന് ഈ പേര് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ് തടസ്സമാകുന്നത്? പല രീതിയിലും തടസ്സമാകും. കാരണം ജോസഫിന് ഒരുപാട് എനിക്ക് സങ്കല്പിക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള സ്വാധീനങ്ങളും അതിന് പറ്റുന്ന രീതിയിലുള്ള ആളുകളും ഒക്കെ സ്വന്തമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ചെറിയൊരു ആളല്ല, അദ്ദേഹം ഒരു വലിയ ആളാണ്. എന്നെ പോലെ ഒരാൾക്ക് അദ്ദേഹത്തിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നതിന് ഞാൻ പറ്റാവുന്ന രീതിയിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പൊരുതിയിട്ട് എതിർത്ത് നിന്നിട്ട് തന്നെയുണ്ട്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഈ പറയുന്നത് പോലെ മോശമായ ഒരു പപ്പൻ്റെ കൂടെ ഈ പറയുന്നത് പോലെ ജോസഫിനെ ഇട്ടേച്ചു പോകുന്ന ആ ഒരു സ്ഥിതിയിലുള്ള ഒരാളാണെങ്കിൽ, കുഞ്ഞിനെ ഞാൻ ഇട്ടേച്ചു പോയി എന്നുള്ളൊരു സ്ഥിതിയാണെങ്കിൽ, എന്തിനാണ് ആ കുഞ്ഞിനെ എനിക്ക് മടക്കി ഏൽപ്പിച്ചത്? ഞാൻ അത്രയും മോശപ്പെട്ട സ്വഭാവമുള്ളൊരു സ്ത്രീയാണെങ്കിൽ സ്വന്തം പെൺകുഞ്ഞിനെ മോശപ്പെട്ട സ്ത്രീ വളർത്തിയാൽ മതി എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ലല്ലോ തീരുമാനിക്കേണ്ടേ ഒരച്ഛൻ തീരുമാനിക്കേണ്ടത്. എന്തു തന്നെ ആയാലും എൻ്റെ മകളെ മോശപ്പെട്ട സ്ത്രീ വളർത്താൻ പാടില്ല എന്നല്ലേ. ഈ കുറിപ്പുകളൊക്കെ വായിക്കുമ്പോൾ മകൾക്ക് എന്താണ് തോന്നുന്നത്? അവൾക്ക് എന്നെ അറിയാം. എൻ്റെ ജീവിതത്തിൽ 2 ഭാഗ്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, എന്നെ അറിയുന്ന മകൾ എനിക്കുണ്ടായി. 2, എൻ്റെ മകളെ സ്വന്തം മകൾ എന്ന് കരുതി വളമായും ജലമായും ഈ ജന്മം സഫലം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായി. അവൾക്ക് വളമായും ജലമായും മാത്രം ജീവിച്ചാൽ മതി എന്ന് തീരുമാനിച്ച് ജീവിച്ച ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായി. അതാണ് എൻ്റെ എല്ലാ ദുരന്തങ്ങൾക്കും ശേഷം എനിക്ക് ദൈവം തന്ന 2 വരദാനങ്ങൾ. ഈ ഓരോ തവണ ഈ പോസ്റ്റുകൾ പുറത്തു വരുമ്പോഴും ഇപ്പോൾ അതിനകത്ത് ഒരു സസ്പെൻസ് എലമെൻ്റ് ഉണ്ട് വായനക്കാരൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്. അതായത് അടുത്ത തവണ എന്താണ് എച്ചുമുക്കുട്ടി എഴുതാൻ പോകുന്നത് എന്നത് ഒരു ആകാംക്ഷയോട് കാത്തിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എൻഡിങ് ആണ് ഓരോന്നിനും ഉണ്ടാകുന്നത്. ഞാൻ ആദ്യം തൊട്ടിട്ടുള്ള പോസ്റ്റുകൾ ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ആദ്യം ചെറിയ പാരഗ്രാഫുകളായിരുന്നു. അത് ആ ഒരു പോസ്റ്റിൽ നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് നീണ്ട ഇടവേളകളുണ്ടായിരുന്നു. ഇപ്പോൾ ആ കഥ പറയുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു രീതിയിൽ മാറ്റം വന്നു. കുറച്ചുകൂടി ഇലാബറേറ്റായി ഒന്നിനു പുറകെ ഒന്നായി പോസ്റ്റുകൾ വരാൻ തുടങ്ങി. ആളുകളുടെ അടുത്ത പോസ്റ്റിലേക്ക് കാത്തിരിക്കാൻ കഴിയുന്ന ഒരു സസ്പെൻസ് എലമെൻ്റ് ഓരോ പോസ്റ്റിൻ്റെയും അവസാനം വരുന്നു. ഒരു നോവലിൻ്റെ തുടർക്കഥ എഴുതുന്നത് പോലെ അത് വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ പിന്നിൽ എഴുത്തുകാരി ബോധപൂർവം ശ്രമിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ശ്രമിക്കുന്നില്ല. എൻ്റെ ജീവിതം എൻ്റെ തലച്ചോറിൽ പഴുപ്പിച്ച ഇരുമ്പ് കൊണ്ട് മാന്തി വെച്ചിട്ടുള്ള അനുഭവമാണ്. ആ മുറിവുകൾ ഒരു കാലത്തും ഉണങ്ങുകയില്ല. അതിൽ ലേപനമാവാൻ ആർക്കും സാധിക്കുകയുമില്ല.
ഞാൻ അനുഭവിച്ച ജീവിതത്തിൻ്റെ മുറിവുകളിൽ ലേപനമാവാൻ ആർക്കും സാധിക്കില്ല. എനിക്കത് എഴുതുക എന്ന് പറയുന്നത് ആലോചിക്കുകയോ അല്ലെങ്കിൽ ക്രമപ്പെടുത്തുകയോ ഒരുക്കുകയോ ഒന്നും ചെയ്യേണ്ടാത്തൊരു പ്രവൃത്തിയാണ്. നിങ്ങളൊരു വിഷയം എനിക്ക് തന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കണം, എനിക്ക് റിസർച്ച് ചെയ്യണം, എനിക്ക് വായിക്കണം. ഇത് ഞാൻ കരഞ്ഞ് കണ്ണീരൊഴുക്കി അലഞ്ഞു തിരിഞ്ഞ് എല്ലാവരുടെയും കാല് പിടിച്ച് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ലാതായി പോയ ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതം. അതെഴുതാൻ എനിക്കിത് തയ്യാറെടുപ്പ് വേണം. ഡിമെൻഷ്യ വരാതിരിക്കണം, അൾഷിമേഴ്സ് വരാതിരിക്കണം, അത് മാത്രം മതി എനിക്ക്. വേറെ യാതൊരു തയ്യാറെടുപ്പും ആവശ്യമില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് കവി അയ്യപ്പനെയും വിനയേന്ദ്രനെയും അതേപോലെ സാറ ടീച്ചറെയൊക്കെ കുറിച്ച് എഴുതിയ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. ഇതുപോലെ ഇനിയും സമൂഹത്തിന് മുന്നിൽ യഥാർത്ഥ അല്ലെങ്കിൽ തനി നിറം പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ ഇനിയും വരുന്ന കുറിപ്പുകളിൽ വരാനിരിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവാം. പച്ചയായ ജീവിതത്തെക്കുറിച്ച് എഴുതുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ അങ്ങനത്തെ ആളുകളുണ്ടോ എന്നാണ്. ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും ഇതുപോലെ മാന്യരായി നിൽക്കുന്ന ആളുകളുടെ യഥാർത്ഥ നിറം എന്താണെന്ന് പുറത്തു കൊണ്ടുവരാനുണ്ട് അനുഭവത്തിൽ നിന്ന്. ഉണ്ട്. കരുതിയിരിക്കണം അല്ലേ? കരുതിയിരിക്കണ്ട, കരുതാനൊന്നുമില്ല. എല്ലാം സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. ഇതിലൊന്നും കരുതാനൊന്നും തന്നെയില്ല. ആകെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. സത്യം എന്ന് പറയുന്ന സാധനത്തിന് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. മനുഷ്യൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആ ഒരൊറ്റ സംഭവത്തിനേ ഉള്ളൂ. പപ്പൻ എന്ന കൂട്ടുകാരൻ തരുന്ന ധൈര്യമാണോ ഇതിനൊക്കെയുള്ള ഒരു ഊർജ്ജമായി നിൽക്കുന്നത്? അതൊരു വലിയ ധൈര്യമാണ്. അതൊരു വലിയ അടിത്തറയാണ്. കണ്ണ് ചിമ്മാതെ മുഖത്ത് നോക്കി കാര്യം പറയുക എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എന്നെ മാത്രമല്ല എൻ്റെ മകളെയും അദ്ദേഹം അത് പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ണ് ചിമ്മാതെ മുഖത്ത് നോക്കി കാര്യം പറയുക, വേറെ ഒന്നുമില്ല. ഞാൻ ജീവിതത്തിൽ അത് ചെയ്യാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ അനുഭവങ്ങളെല്ലാം വായിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ മകൾക്ക് നേരെ ഉണ്ടായ അതിക്രമം, എച്ചുമുക്കുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമം, ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഞാൻ സൂക്ഷ്മതയോടുകൂടി വായിക്കാറുണ്ട്. എല്ലാവരും ഉറങ്ങാൻ കഴിഞ്ഞില്ല, അസ്വസ്ഥരായിരുന്നു, ചിലർ പറയുന്നു ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല, ഇതൊക്കെ ഭാവനാവിലാസമാണ്, ഇങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകൾ അതിൻ്റെ താഴെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞിട്ടും സ്വാഭാവികമായും നേരിട്ടും പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ടാവുമല്ലോ ഫോണിലൂടെയൊക്കെ. അത്തരം പ്രതികരണങ്ങളിൽ ഈ എച്ചുമുക്കുട്ടിയുടെ മകൾക്കുണ്ടായ ദുരനുഭവം, താങ്കൾക്ക് ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ കൂടെ താമസിച്ച ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് നേരിടേണ്ടി വന്ന അപമാനവും അല്ലെങ്കിൽ ശാരീരികമായ അതിക്രമങ്ങളുമൊക്കെ സമാന സ്വഭാവത്തിലുള്ള ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് കേരളീയ സമൂഹം കടന്നു പോകുന്നത് എന്ന് തോന്നുന്നുണ്ടോ ഈ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ? ആരെങ്കിലും? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഒത്തിരി സ്ത്രീകൾ എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്, ഒത്തിരി പേർ മെസ്സേജ് അയക്കുന്നുണ്ട്. അവരെല്ലാവരും ആ അയക്കുന്നവരിൽ ജീവിതം എഴുതുന്നവരുണ്ട്. ബൂട്ട് കൊണ്ട് അടിവയറ്റിൽ ചവിട്ട് കിട്ടിയ പാട് ആരെയും കാണിക്കാൻ പറ്റില്ല എന്നൊരാൾ എഴുതിയിരുന്നു, ഒരു സ്ത്രീ എഴുതിയിരുന്നു. കുഞ്ഞിനെ പിരിഞ്ഞുപോയി അലഞ്ഞു നടക്കുന്നതിൻ്റെ വേദനയെക്കുറിച്ച് ഒരമ്മ എഴുതിയിരുന്നു. ഒരുപാട് പേര് എഴുതുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ എഴുതുന്നുണ്ട്. കേരളീയ സമൂഹത്തിന് ഞാൻ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിൽ പുരുഷൻ്റെ ഒരു പ്രത്യേക തരം തിന്മ നിലനിൽക്കുന്നുണ്ട് കേരളീയ സമൂഹത്തിൽ മാത്രമല്ല, അത് ശരിക്കും നിലനിൽക്കുന്ന ഒരു തിന്മയാണ്, ഒരു പ്രത്യേക തരം തിന്മ. ആ തിന്മയെ നേരിടാൻ സ്ത്രീകൾ സ്വന്തമായിട്ട് തയ്യാറാവുക എന്ന് പറയുമ്പോൾ അവർക്ക് അലിഞ്ഞു നടക്കേണ്ട ജീവിതവും നിംഫോമാനിയൊക്കെ എന്നുള്ള വിളിയും അതുമല്ലെങ്കിൽ ആരുമില്ലാതാവലും ഒക്കെ നേരിടേണ്ടി വരും. സ്ത്രീകൾ അതിനെ കൂട്ടത്തോടെ നേരിടാതിരിക്കുക എന്നുള്ളത് ഈ ഒരു പുരുഷ തിന്മയുടെ കൂടി തന്നെ ഭാഗമാണ്. ആ പുരുഷനെ ന്യായീകരിക്കാൻ,
ആ പുരുഷന് കാവൽ നിൽക്കാൻ, അയാളെ സഹായിക്കാൻ ഒരു കൂട്ടം സ്ത്രീകൾ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വൈപരീത്യമാണ്. സത്യത്തിൽ പുരുഷൻ ആണ് കൂടുതൽ നല്ല സുഹൃത്ത് എന്ന് ബാലചന്ദ്രനെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ തുറന്നെഴുത്തുകൾക്ക് ശേഷം ജോസഫ് എന്ന ആ അജ്ഞാതനായ കഥാപാത്രം ഏതെങ്കിലും തരത്തിൽ ഈ എഴുത്തുകൾ നിർത്താനോ അല്ലെങ്കിൽ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനോ ശ്രമിച്ചിട്ടുണ്ടോ? ആരാണ് നിർത്താനും തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നല്ല പ്രഷറുണ്ട് നിർത്തണം എന്നുള്ളതിനെക്കുറിച്ച്. എങ്ങനെ, ഭീഷണിയാണോ? അത് വിചിത്രമായ സന്ദേശങ്ങൾ വരുന്നു. ഞാനൊരു എന്നെ പെർവേർട്ടാണെന്ന് വിളിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി, ഇങ്ങനെ ഒരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മെസ്സേജുകൾ, ഫോണുകൾ ഒക്കെ വരുന്നുണ്ട്. എന്തിന് എഴുതുന്നു, ഇത് നിർത്തൂ എന്ന് പറഞ്ഞും ഫോണുകൾ വരുന്നുണ്ട്. അത് ആര് ചെയ്യിക്കുന്നു, ആരുടെ ത്രൂ ആണ് വരുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പ്രമുഖരാരെങ്കിലും ഇടപെട്ടോ? പ്രമുഖർ അങ്ങനെ ആരും ഇടപെട്ടിട്ടില്ല. ഇതൊരു പുസ്തകമാക്കി പുറത്തു കൊണ്ടുവരാൻ എച്ചുമുക്കുട്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നടക്കാത്ത ആഗ്രഹങ്ങളൊന്നും വെച്ച് പുലർത്തുന്നില്ല ഇപ്പോൾ. അത് രണ്ടാമത്തെ കാര്യമാണല്ലോ. ആദ്യം ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ്. അത് ആഗ്രഹമുണ്ടോ എന്നുള്ളതിൻ്റെ ഉത്തരം അത് തന്നെയാണ്. നടക്കാത്ത ആഗ്രഹങ്ങൾ ഞാൻ വെച്ച് പുലർത്തുന്നില്ല. അതായത് അതിനൊരു അവസരമുണ്ടായാൽ അതിന് തയ്യാറാണ്. അവസരമുണ്ടാവട്ടെ, അപ്പോൾ അതിന് തയ്യാറാകും. അവസരമുണ്ടാവട്ടെ, ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നടക്കാത്ത ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താറില്ല ഇപ്പോൾ. ഈ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, എച്ചുമുക്കുട്ടി എന്ന പേര് എങ്ങനെ വന്നു? എനിക്ക് യഥാർത്ഥ പേരെന്താണ് എന്നറിഞ്ഞാൽ കൊള്ളാം. എച്ചുമുക്കുട്ടി എന്ന പേര് എങ്ങനെ വന്നു? രണ്ട്, അതിനകത്ത് പശുവിൻ്റെ ഒരു ചിത്രമാണ് ആ ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? എച്ചുമുക്കുട്ടി എന്ന പേര് എൻ്റെ അമ്മയുടെ മഠത്തിൽ ജോലി ചെയ്തിരുന്ന, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒരു 90-98 വയസ്സായ ഒരു അമ്മൂമ്മയുടെ പേരാണ് എച്ചുമു എന്നുള്ളത്. തമിഴ് ബ്രാഹ്മണർ പൊതുവെ ലക്ഷ്മിയെ പൂജിക്കുന്നവരാണ്. അപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾ ലക്ഷ്മി എന്നുള്ള പേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി തീരും. ലക്ഷ്മി പാത്രം കഴുകൂ, ലക്ഷ്മി അടിച്ചു വാരൂ എന്നൊക്കെ പറയുന്നത് ഒരു, നമ്മൾ പൂജിക്കുന്ന ലക്ഷ്മിയെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ലക്ഷ്മി പാത്രം കഴുകുക, അടിച്ചു വാരൂ എന്ന് പറയുന്നതിനുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി ഇങ്ങനെ പേരിട്ട് വരുന്നവർ, അതായത് അത് പൊറ്റക്കാടൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. രാധ എന്ന് പേരിട്ടാൽ കോത എന്ന് വിളിക്കുക, അതുപോലെ ഉള്ളൊരു കാര്യമാണ്. ലക്ഷ്മി എന്ന് പേരിടുമ്പോൾ അതിനെ എച്ച്മു, എച്ചു, എച്ചി എന്നൊക്കെ ആക്കുക. അപ്പോൾ എച്ചി അടിച്ചു വാരൂ എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ അമ്മൂമ്മ എച്ചുമു എന്നുള്ളൊരു അമ്മൂമ്മയാണ്. എന്നെ വീട്ടിൽ എൻ്റെ അമ്മീമ്മ കുട്ടി ചേർത്താണ് വിളിച്ചിരുന്നത്. കുട്ടി എന്നുള്ള ആ ഒരു ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എച്ചുമുക്കുട്ടി എന്നുള്ളൊരു പേര് കിട്ടി. ശരിക്കുള്ള പേര്? ശരിക്കുള്ള എൻ്റെ പേരിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അതൊരു വേദന ജനിപ്പിക്കുന്ന പേരാണ്, പല കാരണങ്ങൾ കൊണ്ട്. പറയാൻ താല്പര്യമില്ല? ഇല്ല. എന്തുകൊണ്ടാണ് ആ ശരിക്കുള്ള പേര് വേണ്ട, അല്ലെങ്കിൽ അതിനൊരു വേദനയുള്ളതായി മാറുന്നത് എന്തുകൊണ്ടാണ്? അത് പല രീതിയിൽ എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു പേരാണ്. അത് പ്രത്യേകിച്ച് സാറ ടീച്ചർ എനിക്ക് ഒരു കത്തയച്ചിരുന്നു. എൻ്റെ മകൾ നഷ്ടപ്പെട്ട് ഞാൻ സാറ ടീച്ചറിനോട് സഹായം അഭ്യർത്ഥിച്ച സമയത്ത് സാറ ടീച്ചർ എനിക്കൊരു കത്തയച്ചിരുന്നു. ടീച്ചറുടെ ആദ്യത്തെ കത്ത് വളരെയേറെ, നീ എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കുട്ടി, നിനക്ക് എന്തു പറ്റി, നിന്നെപ്പോലെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ കാരണത്തിനെക്കുറിച്ച് ഞാൻ സദാ ആലോചിച്ചു കൊണ്ടിരുന്നു, നീ എന്നെ
ഞാനുമായി ബന്ധപ്പെടും എന്നെനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞ് വളരെ വാത്സല്യത്തിൽ എഴുതിയൊരു കത്തായിരുന്നു. പക്ഷേ രണ്ടാമത്തെ കത്തായപ്പോഴേക്കും ടീച്ചർ ആദ്യത്തെ കത്തിൽ നിന്ന് കാതങ്ങളോളം അകന്നുപോയി. അപ്പോൾ ടീച്ചർ അതിൽ എനിക്ക് എഴുതി, ജോസഫ് എൻ്റെ ഓർമ്മയുണ്ടാവാൻ എൻ്റെ മകളെ എൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നു. അതെനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കിയൊരു കാര്യമാണ്. എൻ്റെ മകളെ എൻ്റെ പേര് പറഞ്ഞ് വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആ ഒരു സങ്കടം ഉണ്ടാക്കിയൊരു പേരിൽ, ആ ഒരു സങ്കടം ഉണ്ടാക്കിയൊരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ എൻ്റെ പേരിനെ വെറുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പേര് പറയാൻ തന്നെ താല്പര്യമില്ല. പശു എന്ന ഒരു സിമ്പൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പശു എന്ന് പറയുന്നത് പ്രസവവേദന വരുമ്പോൾ പോലും കരയാത്തൊരു മൃഗമാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ഉള്ളിലുള്ളതാണ് തിളയ്ക്കുന്ന മുലപ്പാലിൻ്റെ രാഷ്ട്രീയം. എൻ്റെ രാഷ്ട്രീയം അതാണ്. എൻ്റെ വാത്സല്യം നിഷേധിക്കപ്പെട്ട എൻ്റെ കുഞ്ഞിൻ്റെ മുഖം. ഞാൻ സ്ത്രീ എന്നുള്ള നിലയിൽ അനുഭവിച്ച വളരെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ, അത് ഞാൻ ദൈവം എന്ന് കരുതി കൂടെ താമസിച്ച മനുഷ്യനിൽ നിന്ന് ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ, അതാണ് എൻ്റെ പശു എന്ന സിമ്പൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം പുരുഷന്മാരോട് മുഴുവൻ ഒരു വിദ്വേഷം യശുമക്കുട്ടിക്കുണ്ടോ? ഒരിക്കലുമില്ല. എനിക്ക് പുരുഷന്മാരോട് യാതൊരു വിദ്വേഷവുമില്ല. പുരുഷന്മാരിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെ അടുത്ത പുരുഷ സുഹൃത്തുക്കളുണ്ട്. ഏത് നിമിഷവും സഹായം ചോദിക്കാവുന്ന, ഏത് നിമിഷവും എന്ത് പ്രശ്നവും പറയാവുന്ന നല്ല പുരുഷ സുഹൃത്തുക്കളുണ്ട്. സാജൻ, ജയഗോപാൽ, ദിനേശ്, ദിലീപ്, അനിൽ ജേക്കബ് വർഗീസ്, എല്ലാവരും, ശശി, അവരൊക്കെ പുരുഷ സുഹൃത്തുക്കളാണ്. അവരുടെ ഭാര്യമാരൊക്കെയും എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്ക് അങ്ങനെയൊന്നും, അങ്ങനെ ഒരു പുരുഷ വിദ്വേഷമൊന്നും എൻ്റെ മനസ്സിലില്ല. കാരണം ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, പുരുഷന്മാരെല്ലാവരും ഇങ്ങനെയൊന്നുമല്ല. എല്ലാവരും എ അയ്യപ്പനാണോ? എല്ലാവരും ഡി വിനയചന്ദ്രനാണോ? എല്ലാവരും ജോസഫാണോ? ഒരിക്കലുമല്ല. ആരും അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നുമല്ലാത്ത വളരെ വളരെ മര്യാദയും ദയയും സ്നേഹവും ഒക്കെയുള്ള, യാതൊരു പ്രദർശനപരതയും ഇല്ലാത്ത എത്രയോ നല്ല പുരുഷന്മാരുണ്ട്. അതുകൊണ്ടല്ലേ ലോകം ഇങ്ങനെ ഓടിപ്പോകുന്നത്. എത്രയോ അങ്ങനെയുള്ള നല്ല പുരുഷന്മാർ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അങ്ങനെയുള്ള നല്ല പുരുഷന്മാരെ നമ്മൾ പെൺകൊന്തൻ, പിന്നെ അവനെ ഒന്നിനും കൊള്ളില്ല, അങ്ങനെയൊക്കെയുള്ള അപമാന വാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്യും. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കുന്ന ഒരു പുരുഷൻ എന്ന്, തികച്ചും മനസ്സിലാക്കുന്ന ഒരു പുരുഷൻ, അതായത് മനസ്സിലാക്കുന്നത് പോലെ ഭാവിക്കുകയും എന്നാൽ ഒരിക്കലും അത് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരല്ല. അങ്ങനെയല്ലാത്ത ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് പെൺകൊന്തൻ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുന്നതാണ് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു രൂപം. ഏതായാലും വളരെയധികം നന്ദി യശുമക്കുട്ടി, ഇത്രയും മനസ്സ് തുറന്ന് സംസാരിച്ചത്. എനിക്കും താങ്കളുടെ ഒരു നല്ല സുഹൃത്താകാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. സന്തോഷം.